വക്കീലെ, ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ അല്ലെങ്കിൽ ഡോക്ടർ അരുൺ കുമാറിനെതിരെ വന്ന പോക്സോ കേസ്. അരുൺ കുമാറിനെ ഒന്നാം പ്രതിയായും ആ ഒരു റിപ്പോർട്ട്, ഒരു ഒപ്പനയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് എടുത്ത റിപ്പോർട്ടറെ രണ്ടാം പ്രതിയായും എടുത്തിട്ടുള്ള കേസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഫിക്ഷണൽ റിപ്പോർട്ടിംഗ് നടത്തിയതിന്റെ പേരിലാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ പേരിലാണ് അവിടെ പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം പ്രശ്നമുള്ള ഒരു കാര്യമാണോ അത്തരത്തിലൊരു റിപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത്? അല്ല, പോക്സോ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് 2012 പോക്സോ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ പോക്സോ നിയമപ്രകാരം ഈ പറയുന്ന രീതിയിൽ, അതായത് 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഈ പറഞ്ഞ ഫിസിക്കലി ഓർ മെന്റലി അവരെ ഹറാസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോക്സോ നിയമപ്രകാരം കേസുകൾ എടുക്കാറ്. പക്ഷെ എനിക്ക് ഈ ഒരു നടപടി ഒരു അസാധാരണമായ നടപടിയായിട്ടാണ് തോന്നുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്രയോ സിനിമകളിലും ഒക്കെ തന്നെ കുട്ടികൾ അഭിനയിക്കുന്നു, ഏതൊക്കെ രംഗങ്ങളിൽ കുട്ടികൾ അഭിനയിക്കുന്നു. അപ്പോൾ അവിടെ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് അറിയുന്നില്ല. തന്നെയുമല്ല, ഈ ഒരു റിപ്പോർട്ടർ ചാനലിന്റെ വിഷയത്തിൽ ആ പെൺകുട്ടി പരാതി കൊടുത്തതായിട്ടും എന്തില്ല, എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ എടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പരാതി, അപ്പോൾ അവര് തയ്യാറോടുകൂടി ഒരു ചാനലിന്റെ മുന്നിലേക്ക് അവരുടെ കാര്യങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ അതൊരു തെറ്റായ രീതിയിലുള്ള ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് കഴിയുന്നത്. ഇപ്പൊ വക്കീൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കാണാറുണ്ട് ഈ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഈ പ്രണയാതുരമായ സിനിമകളിൽ മാത്രമല്ല, പരസ്യ ചിത്രങ്ങളിൽ എത്ര പരസ്യ ചിത്രങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. ഇതിപ്പോ ഒരു കലോത്സവ വേദിയാണ്. കലോത്സവ വേദിയിൽ നടക്കുന്ന നാടകങ്ങളിലായാലും സ്കിറ്റുകളിലായാലും എല്ലാം അഭിനയിക്കുന്നത് ഈ 18 വയസ്സിന് താഴെയുള്ള. തീർച്ചയായിട്ടും സ്കൂൾ കലോത്സവത്തിലപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു നാടകമോ അല്ലെങ്കിൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള പെടുന്ന ഒരു കാര്യങ്ങളും ഇപ്പൊ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥ വരത്തില്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഈ കുട്ടിക്ക് പരാതിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനെ സ്വമേധയാ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് കേസ് എടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ കുട്ടിക്ക് പരാതിയില്ല, കുട്ടി അതിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സമ്മതപ്രകാരമാണ് അത്തരത്തിലുള്ള ഒരു ഷൂട്ട്, അതൊരു ഫിക്ഷണൽ ഷൂട്ടാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുള്ള ഒരു ഷൂട്ടാണ്. പിന്നെയും അതിനെതിരെ കേസ് എടുക്കാനുള്ള നിയമസാധ്യത എങ്ങനെയാണ്? അല്ല, നിയമസാധ്യത ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവര് ഈ പറഞ്ഞ പോലെ, അതായത് ഈ ഒരു സംരക്ഷണം ചെയ്തപ്പെട്ടപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആരോഗ്യ ആക്ഷേപം എന്ത് ചെയ്തു, ഈ പറയുന്ന രീതി ബാലാവകാശ കമ്മീഷനെ സമീപിക്കുകയോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷന്റെ ഈ പറഞ്ഞ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഈ ദൃശ്യം കണ്ടപ്പോൾ അവർക്കൊരു തെറ്റായ രീതിയിൽ, അതായത് സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു തെറ്റായ ഒരു മെസ്സേജ് ആണ് നൽകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാവാം ഈ കേസിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകുന്നത്. പക്ഷെ അതൊരു പോക്സോ കേസ് എടുത്ത് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും അത് ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു കാരണത്താലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ, അതായത് കുട്ടികളുമായി നടക്കുന്ന മത്സരങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുമായി നടത്തുന്ന അവരുടെ പരിപാടികളൊന്നും തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് എന്തുണ്ട്, ഒരുപാട് തടസ്സങ്ങൾ വരും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ സിനിമയെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ പ്രമുഖരായി നിൽക്കുന്ന പല നടിമാരും തങ്ങളുടെ 14-ാമത്തെ വയസ്സിലും 15-ാമത്തെ വയസ്സിലൊക്കെയാണ് ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ അവർ ഇതിലേക്ക് ആക്റ്റീവാണ്. ആൽബം സോങ്ങുകൾ പോലെ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിലും അവരുണ്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം വന്നു, പോക്സോ ഇപ്പൊ അടുത്താണ് വന്നത്. ഇനി മുതൽ സിനിമകളിൽ ഇത്തരത്തിലുള്ള രംഗങ്ങൾ പാടില്ല, ഈ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള രംഗങ്ങൾ അഭിനയിപ്പിക്കരുത് എന്നുള്ളൊരു നിയമം വരേണ്ടതില്ലേ? അപ്പോൾ അല്ല, നിയമം വരേണ്ടതില്ല എന്ന് ചോദിച്ചാൽ സിനിമ ഇപ്പോഴും സെൻസർ ചെയ്ത ശേഷമാണല്ലോ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ നിമിഷം വരെ അങ്ങനെ ഒരു സെൻസർ ബോർഡ് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കുട്ടികളുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഞാൻ ശില്പയോട് ചോദിക്കട്ടെ, നമ്മുടെ പല മത ആചാരങ്ങളിൽ, എത്രയോ ആചാരങ്ങളിൽ കുട്ടികളെ കൊണ്ട് എന്തൊക്കെ ക്രൂരമായ കൃത്യങ്ങൾ നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ, ഞാൻ അതിനെ മറ്റൊരർത്ഥത്തിലല്ല കാണുന്നത്, നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഹിന്ദു അമ്പലങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന തൈപ്പൂയ പോലെയുള്ള പരിപാടികളിൽ ആചാരത്തിന്റെ ഭാഗമായിട്ടായാലും കുട്ടികളെ ഈ പറയുന്ന ശൂലം കുത്തിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗരുഡം തൂക്കം നടത്തി എത്രയൊക്കെ ആചാരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അവിടെ ഒന്നും എന്താ ഈ തരത്തിലുള്ള നിയമങ്ങൾ എടുക്കാത്തത്? അവിടെ ചോദിക്കാൻ വേറെ ആളുകൾ ഉണ്ടായിരിക്കും. മേ ബി ഒരു പേഴ്സണൽ വൈരാഗ്യമായിരിക്കാം റിപ്പോർട്ടറിനെതിരെ കാണിച്ചത്. അല്ല, റിപ്പോർട്ടർ എന്ന ചാനലിന്റെ ഏതെങ്കിലും പേഴ്സണൽ വൈരാഗ്യം അതല്ല ഇവിടെ കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എടുക്കുമ്പോൾ എല്ലാ രീതിയിലും, അതായത് കുട്ടികൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഹറാസ് ചെയ്യപ്പെടുന്നുണ്ട്, എത്രയെത്ര. നമുക്കറിയാം, നമ്മുടെ പലപ്പോഴും അതിന് ബാലാവകാശ കമ്മീഷൻ നോട്ടീസുകളൊക്കെ കൊടുത്തെങ്കിലും ഇന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ ഗസ്റ്റുകളായിട്ട് മന്ത്രിമാരും അതിഥികളൊക്കെ വരുമ്പോൾ കുട്ടികളെ ഇറക്കി റോഡിൽ നിർത്തുന്ന എത്രയെത്ര സംഭവങ്ങളുണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി.
ശരിയാണ്. പിന്നെ കുട്ടികളെ എത്രത്തോളം ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതൊരു വാർത്തയാണ്, 19-കാരൻ ആത്മഹത്യ ചെയ്തത്. തീർച്ചയായിട്ടും എത്രയെത്ര ആത്മഹത്യകളാണ് വരുന്നത്. എത്രയെത്ര സ്കൂളുകളിൽ, അതായത് ഈ പറഞ്ഞ LKG മുതൽ എത്ര കിൻഡർ ഗാർഡൻ മുതൽ എത്രയെത്ര കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസുകളാണ് വരുന്നത്. അപ്പൊ അതിനൊന്നും കിട്ടാത്ത ഒരു, അതായത് ഞാൻ പറഞ്ഞു, ഈ ഒരു കേസ് എടുക്കുമ്പോൾ എന്തായി, ബാലാവകാശ കമ്മീഷൻ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം ഇതിന് പിന്നിൽ. അല്ലെങ്കിൽ എന്താണ്, എത്രയെത്ര കേസ് എടുക്കേണ്ട സാഹചര്യങ്ങളും സംഭവങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിലൊരു കേസ് എടുക്കുന്നതോടുകൂടി ഇപ്പൊ കുട്ടികളിലേക്ക് ഭയമാണ് കുത്തി നിറയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരാൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരാൾ തങ്ങളെ പിന്തുടരുകയാണെങ്കിൽ അത് പേടിക്കേണ്ട ഒരു കാര്യമാണ്, അത് വലിയൊരു തെറ്റാണ് എന്ന രീതിയിലേക്കുള്ള ഒരു മെസ്സേജ് ആണ് ഇത് കുട്ടികളിലേക്ക് ഫീഡ് ആവുന്നത്. അവരെ ഇൻഡിപെൻഡന്റ് ആയി തീരുമാനങ്ങൾ എടുക്കാനോ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നടക്കാനോ ഉള്ള ഒരു ശേഷി കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പോക്സോ നിയമം എന്ന് പറയുന്നത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അല്ലാതെ അവരുടെ കഴിവുകളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ തളച്ചിടാൻ വേണ്ടിയുള്ളതോ, അല്ലെങ്കിൽ അവരാരും എന്ത് ചെയ്യരുത്, 18 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം എന്ത് ചെയ്യരുത്, പുറത്തേക്ക് ഇറങ്ങരുത്, അങ്ങനെ ഒരു മെസ്സേജ് അല്ല. പോക്സോ നിയമത്തിന്റെ നല്ല വശത്തോടു കൂടി തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ 18 വയസ്സിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ഈ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പറഞ്ഞ ഫിസിക്കലി മെന്റലി എന്താണ് കുട്ടികളെ ഉപദ്രവിക്കുക, അല്ലെ കുട്ടി എന്നൊരു വ്യക്തി എന്ന നിലയിൽ ഒരു സംരക്ഷണ കവചമാണ് പോക്സോ എന്ന് പറയുന്നത്. അല്ലാതെ ആ വ്യക്തി എന്ന നിലയിൽ അതിനെ നശിപ്പിക്കാനുള്ള ആയുധമല്ല പോക്സോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ബോച്ചെ പണ്ടൊരിക്കലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയെ സൈക്കിളിന്റെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അതൊരു കോളേജ് പ്രായം, ഒരു 18 വയസ്സ് അതിൽ കൂടുതൽ ആ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ആ കുട്ടിയുടെ ഒപ്പം ആ കുട്ടി ബോച്ചയുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ എവിടേക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരികയാണെങ്കിൽ തിരിച്ചു വരുമ്പോ നമുക്ക് 3 പേരായിട്ട് തിരിച്ചു വരാം, അത്തരത്തിൽ ബോച്ചെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം പ്രമുഖരായ വ്യക്തികൾ നടത്തുന്ന, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ നടത്തുന്ന ഇത്തരം പ്രയോഗങ്ങളിലേക്ക് ബാലാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ ഇപ്പൊ വനിതാ കമ്മീഷനോ ഒന്നും ഇടപെടുന്നത് നമ്മൾ കാണാറില്ല. അത് മാത്രമല്ല, നമ്മുടെ ചൈൽഡ് ലൈനിലും അതോടൊപ്പം തന്നെ ഈ ബാലാവകാശ കമ്മീഷനിലും CWCയിലും ഒക്കെ എത്രയെത്ര പരാതികൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇവിടെ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു വിഷയമായപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ നടപടി എടുത്തു എന്ന് വരുത്തി തീർക്കുന്നു. അതിനു മുമ്പ് ഏഷ്യാനെറ്റിനെതിരെ ഇതുപോലൊരു നടപടി ഉണ്ടായിട്ടുണ്ട്. ഒരു ഈ പറഞ്ഞ പോലെ പോക്സോ കേസ് എടുക്കുകയും പക്ഷെ അതിന്റെ അന്വേഷണം ഒന്നും എങ്ങും എത്തിയിട്ടില്ല. ഇതൊരു മീഡിയ സ്റ്റണ്ടിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. അതായത് കലോത്സവത്തിന്റെ കാര്യത്തിൽ, ഈ ഒരു പ്രത്യേക കാര്യത്തിൽ അങ്ങനെ ഒരു തെറ്റായ, അതായത് അവരുടെ സമ്മതത്തിൽ അവരൊരു അത് ചിലപ്പോൾ ആ ഒരു കുട്ടി അതോടുകൂടി എന്താവുകയാണ്, മുഖ്യധാരയിലേക്ക് കടന്നു വരികയാണ്. തീർച്ചയായിട്ടും ആ കുട്ടി മുഖ്യധാരയിലേക്ക് അതിനൊരു കടന്നു വരാനുള്ള ഒരു അവസരമാണ്, ഒരു മാധ്യമമാണ് ഈ പറയുന്ന ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാധ്യമത്തിലൂടെ ഇനി അതിനെ പ്രശസ്തമാവുന്ന രീതിയിലേക്കാണ് കണ്ടത്. അതിലെ ആ ഒരു നല്ല വശത്തോടു കൂടി കണ്ടാൽ പോരെ. തീർച്ചയായിട്ടും അതിനങ്ങനെ എടുക്കാൻ പറ്റാത്തതായിരിക്കണം ഇന്നത്തെ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്. അല്ല, അങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാ മേഖലയിലും ഞാൻ നേരത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ചർച്ച ചെയ്തത്. അതായത് മത സംഘടനകൾ, മത ആരാധനാലയങ്ങളിലും ഒക്കെ നടത്തുന്ന, കുട്ടികളെ നടത്തിക്കൊണ്ടുവന്ന എന്തൊക്കെ ആചാരങ്ങൾ കേരളത്തിലുണ്ട്. ശരിയാണ്, ഒരുപാട് ആചാരങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കന്യകമാരായ സ്ത്രീകൾ, അതൊരു സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കന്യകമാരായ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഈ മെൻസ്ട്രുവൽ പീരീഡ് ആകാത്ത സ്ത്രീകൾ, ഇതെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ ഇത് കുട്ടികളാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ സർപ്പം തുള്ളൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപമുണ്ട്. ഈ സർപ്പം തുള്ളലിനെ തുള്ളാൻ വേണ്ടി ഇരുത്തുന്ന കുട്ടികളുണ്ട്. അത് കുട്ടികളാണ്, ഒരു കുട്ടിയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മുതിർന്നവർക്കൊപ്പം ഒരു കുട്ടി ഇരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അതിനൊക്കെ എതിരെ ബാലാവകാശ കമ്മീഷൻ രംഗത്ത് വരേണ്ടി വരില്ലേ? പല ക്ഷേത്രങ്ങളിലും ഈ തൂക്കം പോലെയുള്ള നടത്തുന്ന ദക്ഷിണ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഒക്കെ കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്, വലിയ ബെൽറ്റ് ഇട്ട് എന്ത് ചെയ്യുന്നത്, തൂക്കം പോലെയുള്ള ആചാരങ്ങൾ നടത്തുന്നത്. അതിൽ കുട്ടികളുടെ ശരീരത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ശൂലം പോലെയുള്ള കാര്യങ്ങൾ തറച്ചുകൊണ്ട്. അപ്പൊ ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങൾ, അതായത് ഇപ്പൊ പരാതി അവർക്ക് സമ്മതത്തോടു കൂടി ആയിരിക്കാം ചെയ്യുന്നത്, പക്ഷെ നാളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും എന്താകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇതൊന്നും എന്താണ്, ഒരു സംരക്ഷണം ചെയ്യുന്നതാണ് പ്രശ്നമെങ്കിൽ അതൊരു തെറ്റായ മെസ്സേജ് തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത്.